പാലക്കാട് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചിട്ടു. തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ശശികുമാറിനാണ് പരിക്കേറ്റത്. മനഃപൂർവ്വം ഇടിച്ചതാണെന്ന നിഗമനത്തിൽ പോലീസ് ശശികുമാറിന്റെ ദേഹത്തിലൂടെ കാറ് കയറിയിറങ്ങി. ഇടിച്ചത് ഞാങ്ങാട്ടീരി സ്വദേശി അഭിലാഷിന്റെ കാറാണെന്ന് കണ്ടെത്തി. കാർ ഓടിച്ചത് അഭിലാഷിന്റെ മകൻ അലനായിരുന്നു. അലന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഒളിവിലാണെന്നും പോലീസ്. പിതാവ് അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ റേഞ്ചിലോട്ട് വന്നിട്ടായിരുന്നു. വന്നിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നൈറ്റ് പട്രോളിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. അവരെ ഈ പരിക്ക് പറ്റിയ ചെയ്യും വാഹന പരിശോധന നടത്തുമായിരുന്നു. ആ സമയത്ത് ഈ വണ്ടി അവിടെ സംശയാസ്പദ സാഹചര്യത്തിൽ കിടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു പോകണ്ടായി. വണ്ടീൻ്റെ അടിയിൽ പൊടിച്ചതാണ്. വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പം പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഈ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ? ഒപ്പം തന്നെ പ്രതിയുടെ പിതാവ് അഭിലാഷ് പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? നയന, ശശികുമാറിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിരവധി പാടുകളുണ്ട്, പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ അലനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അലൻ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഈ പോലീസുകാരനെ ഇടിച്ച കാറുമായി വീട്ടിലേക്കെത്തി ഈ മറ്റൊരു കാറുമായി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പോലീസ് ഇപ്പോൾ അലന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അലൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഈ അലനെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. നാളെ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ലഹരി വസ്തുക്കളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു തൃത്താല പോലീസ് ഇത്തരത്തിൽ ഒരു പരിശോധനയ്ക്ക് ഇറങ്ങിയത്. CIയും SIയും മറ്റൊരു പോലീസുകാരൻ സംഘത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ തൃത്താല വെള്ളിയാങ്കൽ മംഗലം ഭാഗത്ത് ഒരു പുഴയോരത്ത് ഒരു കാർ നിർത്തിയിട്ടത് കണ്ട് അത് ആ കാറിൽ എന്താണ് പരിപാടി എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി കാർ എടുത്ത് യുവാക്കൾ ഈ പോലീസിന് നേരെ തിരിഞ്ഞത്. ഈ വെള്ളിയാങ്കൽ പുഴയുടെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമായി പെട്ടെന്ന് തിരിച്ചുകൂടി തന്നെ ഈ പോലീസുകാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനായില്ല. ഈ SI ഹരികുമാർ ഈ വാഹനത്തിന് മുന്നിൽ പെടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ മുകളിലൂടെ ഈ കാർ കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടതെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇതിനുശേഷം ഈ കാറിൽ അലനും മറ്റൊരു യുവാവും ഉണ്ടെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ശേഷം ഇവർ നേരെ ഈ വാഹന ഉടമയായ അഭിലാഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഞാങ്ങാട്ടേരിയിലാണ് വീട്. ഈ വീട്ടിൽ ചെന്ന് ആ കാർ അവിടെ നിർത്തിയ ശേഷം മറ്റൊരു കാറിൽ കടന്നു കളഞ്ഞെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. ഈ പോലീസ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അലിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. അഭിലാഷിന്റെ കസ്റ്റഡിയിൽ എടുത്തതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെട്ടതെന്നൊരു വിവരം പോലീസിന് ലഭിച്ചത്. എന്തായാലും അഭിലാഷ് നിലവിൽ കസ്റ്റഡിയിലാണ്. അലനും മറ്റു യുവാവിനും വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഹരികുമാറിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ആഷിഖ്, ഒപ്പം തന്നെ ബോധപൂർവമാണ് ഈ ഒരു വാഹനം ഇടിച്ചു കയറ്റിയതെങ്കിൽ ഇതിന്റെ കാരണം സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിയുടെ പിതാവിന്റെ ഭാഗത്തു നിന്നോ ഒപ്പം തന്നെ പോലീസുകാരുടെ ഭാഗത്തു നിന്നോ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വാഹനം അപ്രതീക്ഷിതമായി ഈ പോലീസുകാർക്കെതിരെ ഇടിച്ചു കയറ്റിയെന്നാണ് ഇപ്പോൾ പോലീസുകാരും പറയുന്നത്. അത്തരത്തിലാണ് പോലീസുകാർ നമ്മളോട് സംസാരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളെ ബലിപെരുന്നാളാണ്. ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന്, അതായത് രാത്രികാലങ്ങളിൽ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങി മറ്റ് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നൊരു അന്വേഷിക്കാൻ വേണ്ടി ഒരു പെട്രോളിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു പോലീസുകാർ ഇറങ്ങിയത്. ആ സമയത്താണ് പോലീസുകാർ ഈ ഇത്തരത്തിലൊരു വാഹനം വെള്ളിയാങ്കൽ ഭാഗത്ത് മംഗലത്തെ ഒരു പുഴയോരത്ത് നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയാകും ഈ സംഘം നിർത്തിയിട്ടതെന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. അങ്ങനെ അവരെ പിടികൂടാതിരിക്കാൻ വേണ്ടി അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി എടുക്കുകയായിരുന്നു. ഈ വഴിയോരത്ത് ചെറിയൊരു സ്ഥലം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് വാഹനം വന്നതുകൂടി തന്നെ ഈ കാറുമായി രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാരന് നേരെ, ഹരികുമാറിന് നേരെ പെട്ടെന്ന് ഈ വണ്ടി എടുക്കേണ്ടി വന്നത്. ഈ മറ്റൊരു പോലീസുകാരൻ വാഹനത്തിന് പുറകിലുണ്ടായിരുന്നു. ആ ഒരു ധൃതിയിൽ അവരെ പിടികൂടുകയാണെന്ന തോന്നലോടുകൂടി ഈ പോലീസുകാരനെ നേരെ വണ്ടി കയറ്റുകയായിരുന്നു. ഇതോടെ ഈ പോലീസുകാരുടെ ശരീരത്തിലൂടെ ഈ വാഹനം കയറുന്ന ഒരു സ്ഥിതി വന്നു. എന്തായാലും പോലീസും കരുതുന്നത് ലഹരി വസ്തുക്കളോ മറ്റോ വിൽപ്പന നടത്താൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പുഴയോരത്ത് വന്ന് നിന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രാത്രി 10 മണിയിൽ കൂടെയാണ് ഇവർ കണ്ടത്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുമെന്നുള്ള വലിയൊരു അന്വേഷണം, ഒരു പ്രശ്നം നിലവിൽ വെള്ളിയാങ്കൽ തൃത്താല ഭാഗത്തുണ്ട്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരവധി കേസുകൾ ഇത്തരത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ ഇടിച്ചിട്ടത് തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ശശികുമാറിനാണ് പരിക്കേറ്റിട്ടുള്ളത്. വിവരങ്ങളാണ് പാലക്കാട് നിന്നും ആഷിഖ് റഹ്മാൻ നൽകിയത്.